ഡ്രിഫ്റ്റ്മാർക്കിലെ തീരത്ത് സമുദ്രത്തിന്റെ അലർച്ചകൾക്കിടയിൽ വായുവിനു പോലും വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. രാജാവ് വിസരീസ് ഒന്നാമൻ ടാർഗറിയനും രാജസദസ്സും ഹൗസ് വെലാരിയോണിന്റെ അടങ്ങാത്ത ദുഃഖത്തിൽ പങ്കുചേരാൻ അവിടെ ഒത്തുചേർന്നു. കരിങ്കല്ലിൽ തീർത്ത ലെന വെലറിയനന്റെ ഭീമാകാരമായ ശവമഞ്ചം ആ വലിയ പ്ലാറ്റ്ഫോമിൽ വിശ്രമിച്ചപ്പോൾ ചുറ്റും നിന്നവരുടെ ശ്വാസഗതികൾക്ക് പോലും വേഗത കുറവായിരുന്നു. വേമോൺ വെലാരിയോന്റെ ശബ്ദം ഹൈ വലേരിയനിൽ മുഴങ്ങി. ഓരോ വാക്കും വളരെ മൂർച്ചയേറിയതും ആൾക്കൂട്ടത്തിന്റെ ഹൃദയത്തിൽ പതിക്കുന്നതുമായിരുന്നു. വിശുദ്ധമായ വെലറിയന് രക്തത്തെക്കുറിച്ചുള്ള ആ വാക്കുകൾ റനേറ ടാർഗറിയന്റെ ആൺമക്കളെ കൃത്യമായി ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ലെനോറിന്റെ മക്കളെന്ന് പറയപ്പെടുന്ന ആ കുട്ടികളുടെ മുഖത്ത് വെലാരിയൻ പാരമ്പര്യത്തിന്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. സ്വന്തം ഭാര്യയുടെ മരണത്തിൽ ഡെയ്മോൺ ടാർഗറിയന്റെ മുഖത്ത് ദുഃഖം തളംകെട്ടി നിന്നിരുന്നുവെങ്കിലും വേമോണ്ടിന്റെ വാക്കുകളിലെ പരിഹാസം കേട്ട് അയാൾ നേരിയ ശബ്ദത്തിൽ ചിരിക്കാൻ തുടങ്ങി. ആ അനവസരത്തിലുള്ള ചിരി സദസ്സിന്റെ നിശബ്ദതയെ ക്രൂരമായി മുറിച്ചുകടന്നു. തുടർന്ന് ഭാരമേറിയ ആ കരിങ്കൽ ശവമഞ്ചം കൊക്കയുടെ മുകളിൽ നിന്ന് താഴെ സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് വീണു. തന്റെ പൂർവികർക്കൊപ്പം വിശ്രമിക്കാൻ ലേനായുടെ ശരീരം ഇരുണ്ട വെള്ളത്തിൽ മറയുന്നത് അവർ നോക്കിനിന്നു. സമുദ്രത്തിന്റെ ആർത്തനാദം ആ വലിയ ദുഃഖത്തെ വിഴുങ്ങുന്നതുപോലെ തോന്നിപ്പിച്ചു. ഹൈടൈഡ് കോട്ടയുടെ മുറ്റത്ത് അസ്വസ്ഥത നിറഞ്ഞ നിശബ്ദത തളംകെട്ടി നിന്നിരുന്നു. കൽഭിത്തികളിൽ തട്ടി പ്രതിധ്വനിക്കുന്ന കാൽവയ്പ്പുകളുടെ ശബ്ദം ആ അന്തരീക്ഷത്തെ കൂടുതൽ ശ്വാസമുട്ടിക്കുന്നതാക്കി. റനേറ ടാർഗറിയന്റെയും ആലിസൺ ഹൈടവറിന്റെയും കുടുംബങ്ങൾ ഒരേ വേദിയിൽ മുഖാമുഖം വന്നപ്പോൾ അവിടെ വായുവിന് കനം വച്ചതുപോലെ തോന്നി. ഒരു ദശാബ്ദത്തിനുശേഷം ആദ്യമായി വല്ലാത്തൊരു നിഗൂഢതയോടെ ഡേമൺ ടാർഗറിയൻ വെസ്റ്ററോസിൽ തിരിച്ചെത്തിയതും ഈ സംഘർഷം വർദ്ധിപ്പിച്ചു. അധികാരത്തിന്റെ മാറ്റങ്ങൾ ഇതിനകം തന്നെ ഇരുളിൽ സംഭവിച്ചിരുന്നു. തീപിടുത്തത്തിൽ ലയണൽ സ്ട്രോങ്ങിനെയും ഹാർവിനെയും കൊലപ്പെടുത്തിയതിനുശേഷം ലാരി സ്ട്രോങ് ഇപ്പോൾ ഹരൻഹാളിന്റെ പ്രഭുവായി മാറിയിരിക്കുന്നു. അച്ഛനായ ഓട്ടോ ഹൈടവർ വീണ്ടും ഹാൻഡ് ഓഫ് ദ കിങ്ങായി തിരിച്ചെത്തിയതിന്റെ സന്തോഷം ആലിസന്റിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. പകരം ലാരിസിന്റെ അഹങ്കാരം കണ്ട് അവൾക്ക് കടുത്ത വെറുപ്പാണ് തോന്നിയത്. തന്റെ യഥാർത്ഥ പിതാവ് ഹാർവിനാണെന്ന് തിരിച്ചറിയാൻ മാത്രം പ്രായമുള്ള ജക്കേരീസ് വെലാരിയോൺ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറിനിന്നു. മറ്റുള്ളവർക്കു മുന്നിൽ സ്വന്തം അച്ഛന്റെ മരണം ദുഃഖിക്കാൻ കഴിയാത്തതിന്റെ വേദന അവൻ തന്റെ അമ്മയോട് സ്വകാര്യമായി പറഞ്ഞു. സങ്കടത്തിൽ തകർന്ന ബെലായും റഹേന ടാർഗറിയനും അവരുടെ മുത്തശ്ശിയായ റെനിസിനെ ആദ്യമായി കണ്ടുമുട്ടി. എന്നാൽ ആ കുട്ടികളെ നോക്കുന്ന റെനിസിന്റെ കണ്ണുകളിൽ അവർ തന്റെ യഥാർത്ഥ കൊച്ചുമക്കളല്ല എന്ന തിരിച്ചറിവിന്റെ മൂർച്ചയുണ്ടായിരുന്നു. സ്വന്തം സഹോദരിയുടെ മരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത ലേനോർ താഴെ കടൽത്തീരത്തെ തണുത്ത തിരമാലകളിലേക്ക് ഇറങ്ങിനിന്നു. അയാളുടെ കാമുകനായ കാൾ കോറിയോട് ആ നാണംകെട്ട പ്രവൃത്തി അവസാനിപ്പിച്ച് അയാളെ തിരികെ കൊണ്ടുവരാൻ കോർലിസ് ദേഷ്യത്തോടെ പറഞ്ഞു. ഈ സമയത്ത് ആലിസന്റിന്റെ കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം ലോകത്തായിരുന്നു. ഏഗോൺ മദ്യപിച്ച് ബോധമില്ലാതെ അവിടെയുള്ള പെൺകുട്ടികളെ തുറച്ചുനോക്കി നിന്നു. ഹെലേന ഒരു എട്ടുകാലിയെ പിടിച്ച് പച്ചയും കറുപ്പും നൂലുകൾ നെയ്യുന്ന മാംസമുള്ള ഡ്രാഗൺകളെക്കുറിച്ച് തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഹെലേനയെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചതിലുള്ള ദേഷ്യം ഏഗോൺ തന്റെ സഹോദരനായ ഏമോണ്ടിനോട് പറഞ്ഞു. എന്നാൽ ഭാവി രാജ്ഞിയെ അപമാനിക്കരുതെന്ന് ഈമണ്ട് അവന് മുന്നറിയിപ്പ് നൽകി. ബയലായുടെയും ജേസിന്റെയും ദുഃഖം കണ്ട് ഒരു നിമിഷം അവരെ ആശ്വസിപ്പിക്കാൻ ഈമോണ്ട് ചിന്തിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്നും പിന്തിരിഞ്ഞു നടന്നു. സന്ധ്യ മയങ്ങി ആകാശം പൂർണ്ണമായും ഇരുളാൻ തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു ഭാരത്തോടെ രാജാവ് വിസരീസ് ഒന്നാമൻ ടാർഗറിയൻ തന്റെ സഹോദരനായ ഡേമോണിന്റെ അടുത്തേക്ക് നടന്നു. 10 വർഷം മുൻപ് നാടുകടത്തപ്പെട്ട തന്റെ സഹോദരനോട് പഴയ ശത്രുതകൾ മറന്ന് കിങ്സ് ലാൻഡിംഗിലേക്ക് മടങ്ങിവരാൻ രാജാവ് അപേക്ഷിച്ചു. എന്നാൽ തന്റെയും മക്കളുടെയും വീട് ഇപ്പോൾ പെൻഡോസ് ആണെന്ന് തികഞ്ഞ നിർവികാരതയോടെ ഡീമൺ പറഞ്ഞു. രാജാവ് വീണ്ടും നിർബന്ധിക്കാൻ ശ്രമിച്ചെങ്കിലും തന്റെ സങ്കടം പുറത്തു കാണിക്കാൻ ആഗ്രഹിക്കാത്ത ഡീമോൺ ദേഷ്യത്തോടെ അവിടെ നിന്നും നടന്നു നീങ്ങി. ആ സമയം പഴയ പദവിയിൽ തിരിച്ചെത്തിയ ഓട്ടോ ഹൈടവർ അയാൾക്ക് നേരെ അനുശോചനം അറിയിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു അട്ടയുടെ വിശപ്പ് ഒരിക്കലും അടങ്ങില്ല എന്ന് പരിഹസിച്ച് ഡീമൺ അയാളെ കടന്നുപോയി. മുറ്റത്തിന്റെ മറുഭാഗത്തുനിന്ന് റനേറ ടാർഗറിയൻ ഈ കാഴ്ചകളെല്ലാം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രിയുടെ ഇരുട്ട് പടർന്നതോടെ കോട്ടയിലുള്ള എല്ലാവരും വിശ്രമിക്കാൻ തയ്യാറായി. പ്രസവത്തിലെ ലെനായുടെ മരണം രാജാവിനെ തന്റെ ആദ്യ ഭാര്യയായ എമായുടെ മരണമാണ് ഓർമ്മിപ്പിച്ചത്. കടുത്ത ക്ഷീണത്താൽ അവശനായ അയാൾ അബദ്ധത്തിൽ ആലിസന്റിനോട് താൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ അയാൾ വിളിച്ചത് എമ എന്നായിരുന്നു. ഇത് കേട്ട സേർ ഹാരോൾഡ് വെസ്റ്റർലിംഗ് വളരെ പതുക്കെ ഇടപെട്ട് രാജ്ഞിക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ആ തെറ്റ് ആലിസന്റിന്റെ ഉള്ളിൽ വലിയൊരു അസ്വസ്ഥതയും ഭയവും സൃഷ്ടിച്ചു. എല്ലാവരും മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ കരിങ്കൽ പടവുകളിൽ അമിതമായി മദ്യപിച്ച് മയങ്ങിക്കിടക്കുന്ന ഏഗോണിനെയാണ് അവർ കണ്ടത്. ഒട്ടും ദയയില്ലാതെ അവനെ ഒരു കാൽച്ചവിട്ട് നൽകി ഉണർത്തിക്കൊണ്ട് ഓട്ടോ അവനെ ബലമായി വലിച്ചുയർത്തി. ആ കോട്ടയിലെ ഇരുണ്ട ഇടനാഴികളിൽ പന്തങ്ങളുടെ വെളിച്ചം മങ്ങാൻ തുടങ്ങിയപ്പോൾ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ ഭാരം ആ അന്തരീക്ഷത്തിൽ തങ്ങിനിൽപ്പുണ്ടായിരുന്നു. ഡ്രിഫ്റ്റ്മാർക്കിലെ കോട്ടയ്ക്കുള്ളിൽ തീർത്തും അന്ധകാരവും തണുപ്പും നിറഞ്ഞ ആ രാത്രിയിൽ കത്തുന്ന തീപ്പൂളയ്ക്കു മുന്നിൽ കോർലിസ് വെലാരിയോണും റെനീസും തനിച്ചിരുന്നു. വിറകുകൾ കത്തിയെരിയുന്ന ശബ്ദം മാത്രമാണ് ആ കൽഭിത്തികൾക്കുള്ളിലെ ഭയാനകമായ നിശബ്ദതയെ ഭേദിച്ചിരുന്നത്. തീനാളങ്ങളുടെ ചുവന്ന വെളിച്ചം അവരുടെ മുഖത്തെ ദുഃഖത്തെയും കോപത്തെയും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ലേന ജീവനോടെ തിരിച്ചുവരാൻ ആഗ്രഹിച്ചിരുന്നെന്നും
വെസ്റ്ററോസിലെ വൈദ്യന്മാർ അവളുടെ പ്രസവസമയത്തുണ്ടായിരുന്നെങ്കിൽ അവൾ ഒരുപക്ഷെ രക്ഷപ്പെടുമായിരുന്നെന്നും വലിയ സങ്കടത്തോടെ റെനിസ് പറഞ്ഞു. എന്നാൽ പെൻഡോസിലെ വൈദ്യന്മാർ മോശക്കാരല്ലെന്നും ദൈവങ്ങളുടെ പ്രവൃത്തിയെ കുറ്റം പറയരുതെന്നും കോർലിസ് തിരിച്ചടിച്ചു. ദൈവങ്ങൾ തങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന ഭയമായിരുന്നു അവളുടെ കണ്ണുകളിൽ. വിശേഷിച്ചും ഒരു വെലാറിയോണിനെ സിംഹാസനത്തിലിരുത്താനുള്ള കോർലിസിന്റെ അടങ്ങാത്ത ആഗ്രഹത്തെ അവൾ ചോദ്യം ചെയ്തു. ഹരൻഹാളിലെ മഹത്തായ സഭയിൽ വെച്ച് തനിക്ക് നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് അയാൾ ന്യായീകരിച്ചെങ്കിലും അത് റെനീസിന്റെ അവകാശമായിരുന്നില്ല, മറിച്ച് സ്വന്തം അഹങ്കാരമായിരുന്നു എന്ന് അവൾ മൂർച്ചയേറിയ വാക്കുകളാൽ പറഞ്ഞു. ഇതുകേട്ട് നിശബ്ദനായ അയാൾ തീനാളങ്ങളിലേക്ക് നോക്കി. ഒരു മനുഷ്യന്റെ ജീവിതം തന്റെ പാരമ്പര്യം നിലനിർത്താനുള്ള ഓട്ടം മാത്രമാണെന്ന് ഗാഢമായി ചിന്തിച്ചു. പെട്ടെന്ന് റെനീസ് തന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തി. ഡ്രിഫ്റ്റ്മാർക്കിന്റെ ഭാവി അവകാശം ലൂക്കിനു പകരം ലെനായുടെ മൂത്ത മകളായ ബൈലായ്ക്ക് നൽകണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. ആ 4 ചുവരുകൾക്കുള്ളിൽ അവർ പരസ്പരം സത്യങ്ങൾ തുറന്നു പറഞ്ഞു. റെനേറ ടാർഗറിയന്റെ മക്കളുടെ യഥാർത്ഥ പിതാവ് ലെനർ അല്ലെന്നും അവർക്ക് വെലറിയന് രക്തമില്ലെന്നും അവർക്ക് രണ്ടുപേർക്കും നന്നായി അറിയാമായിരുന്നു. തനിക്ക് ആ ഇരുമ്പ് സിംഹാസനം ആവശ്യമില്ലെന്നും വേണമെങ്കിൽ ഭാവിയിൽ ജെയ്സ് അത് ഭരിച്ചോട്ടെ എന്നും അവൾ പറഞ്ഞു. എന്നാൽ രാജകുടുംബം മുഴുവൻ തങ്ങളുടെ കോട്ടയിലുള്ള ഈ സമയത്ത് തന്നെ ബൈലായെ അവകാശിയായി പ്രഖ്യാപിക്കണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. എന്നാൽ അത് നിരപരാധികളായ ആ കുട്ടികളുടെ ജീവിതത്തിൽ വലിയൊരു ഇരുട്ട് വീഴ്ത്തുമെന്നും അത്തരമൊരു പ്രഖ്യാപനം ജെയ്സിന്റെ സിംഹാസനത്തിനായുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുമെന്നും കോർലിസ് തറപ്പിച്ചു പറഞ്ഞു. തന്റെ മകളുടെ പാരമ്പര്യം ആ കുട്ടികളാണെന്ന് അവൾ വീണ്ടും പറഞ്ഞെങ്കിലും ചരിത്രം രക്തത്തെയല്ല, മറിച്ച് പേരുകളെയാണ് ഓർമ്മിക്കുക എന്ന് അയാൾ വളരെ ശാന്തവും എന്നാൽ കഠിനവുമായ സ്വരത്തിൽ പറഞ്ഞു. കോട്ടയ്ക്ക് പുറത്ത് തണുത്ത നിലാവെളിച്ചത്തിൽ കടൽത്തീരത്തുകൂടി റെനേറ ടാർഗറിയനും അമ്മാവൻ ഡേമൺ ടാർഗറിയനും ഒന്നിച്ചു നടന്നു. അലറിയടിക്കുന്ന തിരമാലകളുടെ ശബ്ദവും ഉപ്പുകാറ്റും അവരുടെ 10 വർഷം നീണ്ട അകൽച്ചയുടെ ഭാരത്തെ പ്രതിഫലിപ്പിച്ചു. ദുഃഖത്തിൽ തകർന്ന ലെനർ ഇനി തനിക്ക് ഉപകാരപ്പെടില്ല എന്ന ഭയം അവളുടെ വാക്കുകളിൽ നിറഞ്ഞുനിന്നിരുന്നു. തങ്ങളുടെ വിവാഹം ഒരു നാടകമായിരുന്നെങ്കിലും അത് പുറത്തറിയാതിരിക്കാൻ താൻ ശ്രമിച്ചിരുന്നെന്ന് അവൾ പറഞ്ഞു. കുട്ടികളുണ്ടാകാൻ തങ്ങൾ പലതവണ ശ്രമിച്ചിരുന്നെന്നും എന്നാൽ അത് പരാജയപ്പെട്ടപ്പോഴാണ് ഹാർവിൻ തന്റെ 3 ആൺമക്കളുടെയും അച്ഛനായതെന്നും വലിയൊരു ഭാരമിറക്കി വെക്കുന്നതുപോലെ അവൾ തുറന്നു പറഞ്ഞു. ഹരൻഹാളിൽ നിലനിൽക്കുന്ന ശാപത്തെക്കുറിച്ച് താൻ വിശ്വസിക്കുന്നുണ്ടെന്നും ഹാർവിനെ അവിടേക്ക് മടങ്ങാൻ അനുവദിക്കരുതായിരുന്നുവെന്നും സങ്കടത്തോടെ അവൾ പറഞ്ഞു. എന്നാൽ അത് വെറും അന്ധവിശ്വാസമാണെന്നും ഓട്ടോയോ ആലിസന്റിനോ അത് മുതലെടുക്കുമെന്നും ഡേമൺ പരിഹസിച്ചു. ആലിസന്റ് ഒരിക്കലും ക്രൂരയായൊരു കൊലപാതകിയാകാൻ കഴിയില്ലെന്ന് റെനേറ പറഞ്ഞു. പെട്ടെന്ന് അവളുടെ സ്വരം മാറി. 10 വർഷം മുൻപ് താനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയതിന് അവൾ അവനെ കുറ്റപ്പെടുത്തി. എന്നാൽ അവൾ ഒരു കുട്ടിയായതുകൊണ്ട് തന്നെയാണ് താൻ പോയതെന്നും തന്റെ കൂടെയുള്ള അപകടങ്ങളിൽ നിന്ന് അവളെ രക്ഷിക്കാനായിരുന്നു അതെന്നും അയാൾ പറഞ്ഞു. അവനില്ലാതെ തന്റെ ജീവിതം എത്രമാത്രം ദുരന്തപൂർണമായെന്ന് അവൾ കടുത്ത നിരാശയോടെ അവനോട് ചോദിച്ചു. അവൻ ലൈനയെ ശരിക്കും സ്നേഹിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ സന്തോഷവാന്മാരായിരുന്നു എന്ന് വേദനയോടെ അവൻ പറഞ്ഞു. ഈ ലോകത്തത് വലിയൊരു നേട്ടമാണെന്നവൾ പ്രതികരിച്ചു. അവന്റെ നഷ്ടത്തിൽ അവൾ ദുഃഖം പ്രകടിപ്പിച്ചപ്പോൾ തനിക്ക് ലെയ്നയുടെ മരണം എല്ലാവരുടെയും മുന്നിൽ കരഞ്ഞു തീർക്കാമെന്നും എന്നാൽ അവൾക്ക് ഹാർവിനിന്റെ മരണം അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്നും അയാൾ ഓർമ്മിപ്പിച്ചു. പരസ്പരം ദുഃഖങ്ങൾ പങ്കുവച്ച ആ നിമിഷത്തിൽ അവൾ അവനിലേക്ക് കൂടുതലടുത്തു. താനിപ്പോൾ ഒരു കുട്ടിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ ചുംബിക്കാൻ തുടങ്ങി. തണുത്ത കാറ്റിൽ നിന്ന് രക്ഷ നേടാൻ അവർ കടൽത്തീരത്ത് തകർന്നുകിടക്കുന്ന ഒരു ചെറിയ വഞ്ചിയിൽ അഭയം പ്രാപിച്ചു. നിലാവെളിച്ചത്തിൽ അവർ പരസ്പരം വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ആ രാത്രിയുടെ നിശബ്ദതയിൽ ആഴത്തിൽ പ്രണയിച്ചു. കോട്ടയിലെ എല്ലാവരും ഉറക്കത്തിലാഴ്ന്ന ആ പാതിരാത്രിയിൽ കടൽത്തീരത്തെ മണൽക്കുന്നുകൾക്കിടയിലൂടെ കൊച്ചു ഈമോണ്ട് ടാർഗറിയൻ പതുക്കെ നടന്നു. അവനെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇരുട്ടിൽ വലിയൊരു പർവ്വതം പോലെ ഉറങ്ങിക്കിടക്കുന്ന വാഗർ എന്ന ആ ഭീമാകാരനായ ഡ്രാഗണിനെ അവൻ കണ്ടെത്തി. ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും വലുതും പഴയതുമായ ആ ജീവിയുടെ ഓരോ ശ്വാസത്തിലും ചുറ്റുമുള്ള മണൽത്തരികൾ ഇളകിമറിയുന്നുണ്ടായിരുന്നു. ഭയത്തോടെയാണെങ്കിലും അവൻ വളരെ സൂക്ഷ്മമായി മുന്നോട്ടു നടന്നു. അതിന്റെ ജീനിലേക്ക് കയറാനുള്ള വലിയ കയറുകളിൽ അവൻ കൈവച്ചു. പെട്ടെന്ന് ഉറക്കമുണർന്ന ആ ഭീകരജീവി അവനെ തുറച്ചുനോക്കിയെങ്കിലും അവൻ ഒരു രാജകുമാരനാണെന്നും അവന്റെ സിരകളിൽ ഒഴുകുന്നത് വിശുദ്ധ രക്തമാണെന്നും തിരിച്ചറിഞ്ഞതിനാൽ അത് ശാന്തമായി. എന്നാൽ അവൻ വീണ്ടും ആ കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് ആ ഡ്രാഗൺ തന്റെ തൊണ്ടയിൽ തീ നിറയ്ക്കാൻ തുടങ്ങി. വെന്തുവെണ്ണീറാകാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു കുതിരയെ ശാസിക്കുന്നതുപോലെ വളരെ ധൈര്യത്തോടെ അവൻ ഹൈ വെലീരിയൻ ഭാഷയിൽ അതിനോട് ശാന്തമാകാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒരു മൃഗത്തിന്റെ മനസ്സ് ആർക്കും വായിക്കാൻ കഴിയില്ല. എന്നാൽ വല്ലാത്തൊരു നിഗൂഢമായ നിമിഷത്തിനുശേഷം അത് അവനെ തന്റെ പുറത്തു കയറാൻ അനുവദിച്ചു. ജീനിലിരുന്ന് അവൻ പറക്കാൻ ആജ്ഞാപിച്ചതും വലിയ ചിറകുകൾ വീശി ആ ഭീകരജീവി രാത്രിയുടെ ഇരുണ്ട ആകാശത്തേക്ക് കുതിച്ചുയർന്നു. വായുവിന്റെ ശക്തമായ മർദ്ദത്തിൽ അവൻ പലതവണ താഴേക്ക് വീഴാൻ പോയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ ജീവിയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പഠിച്ചു. ആ വലിയ കോട്ടയ്ക്ക് മുകളിലൂടെ ഒരു വട്ടം വട്ടമിട്ട് പറന്നതിനുശേഷം അവൻ വീണ്ടും താഴെയിറങ്ങി. ആ സമയം ആകാശത്തുകൂടി ആരോ ഭഗറിനെ മോഷ്ടിച്ച് പറത്തുന്നത് കണ്ട ബെലായും റെഹന ടാർഗറിയനും പരിഭ്രാന്തിയോടെ ജെയ്സിനെയും ലൂക്കിനെയും വിളിച്ചുണർത്തി.
കടൽത്തീരത്തുനിന്ന് കോട്ടയിലേക്ക് നീളുന്ന ഇരുണ്ടതും ഇടുങ്ങിയതുമായ കൽത്തുരങ്കത്തിൽ വെച്ച് ആ 4 കുട്ടികളും എതിരെ നടന്നുവരുന്ന ഈമോണ്ടിനെ തടഞ്ഞു നിർത്തി. അത് തന്റെ അമ്മയുടെ ഡ്രാഗൺ ആയിരുന്നെന്നും അതിൽ തനിക്കാണ് അവകാശമെന്നും ദേഷ്യത്തോടെ റെഹന പറഞ്ഞു. എന്നാൽ അവൾക്കത് വേണമെങ്കിൽ നേരത്തെ തന്നെ അതിനെ സ്വന്തമാക്കണമായിരുന്നു എന്നവൻ പരിഹസിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയെ സ്വന്തമാക്കിയതിന്റെ അഹങ്കാരത്തിൽ അവൾക്ക് വേണമെങ്കിൽ റെനേറയുടെ മക്കൾ അവനു കൊടുത്തതുപോലെ ഒരു പന്നിയെ തരാമെന്ന് അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു. കോപത്താൽ ജ്വലിച്ച റെഹന അവന്റെ നേർക്ക് ഓടി. എന്നാൽ അവൻ അവളെ വളരെ എളുപ്പത്തിൽ പിടിച്ചു തള്ളി. ഇത് കണ്ട ബെല അവന്റെ മുഖത്ത് ശക്തിയായി ഇടിച്ചു. അവൻ തിരികെയും ഉപദ്രവിച്ചു. കുട്ടികൾ തമ്മിൽ പെട്ടെന്നൊരു വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. എയ്മണ്ട് അതിക്രൂരമായി ലൂക്കിന്റെ മുഖത്ത് ആഞ്ഞടിച്ചതോടെ അവന്റെ മൂക്കില് തകർന്ന് ചോരയൊഴുകാൻ തുടങ്ങി. ഇത് കണ്ടയുടൻ മറ്റു കുട്ടികളും അവനു നേരെ തിരിഞ്ഞു. 4 പേരും ചേർന്ന് അവനെ നിലത്തുതള്ളി ഉറപ്പിച്ചു നിർത്തി. എന്നാൽ തന്റെ കായികബലവും ശരീരവലിപ്പവും പ്രയോജനപ്പെടുത്തി അവൻ അവരെയെല്ലാം വെട്ടിച്ചു കുതറിമാറി. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അവസ്ഥയിലും ഒരു കൈകൊണ്ട് അവൻ ലൂക്കിന്റെ കഴുത്തിൽ ആഞ്ഞുഞെരിക്കുകയും മറുകയിൽ ഭീമാകാരമായൊരു കല്ല് വായുവിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അവരെയെല്ലാം തന്റെ ഡ്രാഗണിന് ഇരയായി നൽകുമെന്നും അപ്പോൾ സ്വന്തം അച്ഛനെപ്പോലെ ഈ ജാരസന്തതികളും അഗ്നിക്കിരയായി ചാമ്പലാകുമെന്നും അവൻ ക്രോധത്തോടെ വിളിച്ചു പറഞ്ഞു. തന്റെ പിതാവ് ജീവനോടെയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ലൂക്കിന് ആ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കുടിലമായൊരു ചിരിയോടെ ജെയ്സിന്റെ മുഖത്തേക്ക് നോക്കിയ എയ്മണ്ട് അവനെ ലോർഡ് സ്ട്രോങ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ആ പരിഹാസത്തിന്റെ ആഴം പൂർണ്ണമായി തിരിച്ചറിഞ്ഞ ജെയ്സ് കടുത്ത അപമാനത്താൽ ജ്വലിച്ച് തന്റെ കൈവശമുണ്ടായിരുന്ന ചെറിയ കത്തിയുറയിൽ നിന്നും പുറത്തെടുത്തു. ആയുധവുമായി അവൻ എയ്മണ്ടിനു നേരെ പാഞ്ഞെടുത്തുവെങ്കിലും ഒട്ടും ആയാസമില്ലാതെ എയ്മണ്ട് ആ കത്തി തട്ടിയകറ്റുകയും അവനെ നിലത്തേക്ക് ശക്തിയായി തള്ളിയിടുകയും ചെയ്തു. കൈയിലെ കല്ലുമായി നിലത്തുകിടക്കുന്ന ജെയ്സിനെ കൊല്ലാനായി അവൻ അടുത്തേക്ക് നടക്കുമ്പോൾ താഴെ വീണുകിടന്ന കത്തി ലൂക്ക് തിരികെ എടുക്കുന്നത് അവൻ കണ്ടില്ല. അവൻ കല്ലുകൊണ്ടിടിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് ജെയ്സ് അവന്റെ മുഖത്തേക്ക് മണൽ വാരിയെറിഞ്ഞു. ആ നിമിഷം തന്നെ വശങ്ങളിൽ നിന്ന് പാഞ്ഞുവന്ന ലൂക്ക് തന്റെ കൈയിലെ കത്തികൊണ്ട് ഈമോണ്ടിന്റെ മുഖത്തിന്റെ ഇടതുവശത്ത് ആഴത്തിൽ വെട്ടി. അവന്റെ ഇടത് കണ്ണ് പൂർണ്ണമായും പിളർന്നുപോയി. കടുത്ത വേദനയാൽ അവൻ നിലത്തുകിടന്ന് അലറിക്കരയുന്ന ശബ്ദം ആ കോട്ടയുടെ ഭിത്തികളിൽ മാറ്റൊലികൊണ്ടു. ആ സമയത്ത് അവിടേക്ക് ഓടിയെത്തിയ സർ ഹാരോൾഡും മറ്റ് കാവൽക്കാരും ആ ഭയാനകമായ കാഴ്ച കണ്ട് പൂർണ്ണമായും ഞെട്ടിത്തരിച്ചുപോയി. ഡ്രിഫ്റ്റ്മാർക്കിലെ ഹാൾ ഓഫ് നൈനിന്റെ വലിയ കൽഭിത്തികൾക്കുള്ളിൽ ചോരയുടെയും ഭയത്തിന്റെയും വിയർപ്പിന്റെയും മണം തളംകെട്ടി നിന്നിരുന്നു. പാതിരാത്രിയുടെ കടുത്ത തണുപ്പിലും അവിടെ കത്തിച്ചുവെച്ചിരുന്ന വലിയ തീപ്പന്തങ്ങളുടെ വെളിച്ചം അവിടെ കൂടിയിരുന്നവരുടെ വിളറിയ മുഖങ്ങളിൽ ഭയാനകമായ നിഴലുകൾ വീഴ്ത്തി. കുട്ടികൾ തമ്മിലുണ്ടായ ചോരരൂക്ഷിതമായ പോരാട്ടത്തിനുശേഷം രാജകുടുംബത്തിലെ മുതിർന്നവരെല്ലാം ആ വലിയ ഹാളിലേക്ക് വിളിച്ചുവരുത്തപ്പെട്ടു. വലിയ ദേഷ്യത്തോടെ കിതച്ചുകൊണ്ട് അവിടേക്ക് വന്ന രാജാവ് വിസരീസ് ഒന്നാമൻ ടാർഗറിയൻ രാജകീയ രക്തമുള്ള രാജകുമാരന്മാർക്ക് സംരക്ഷണം നൽകാത്തതിന് കാവൽക്കാരോട് പൊട്ടിത്തെറിച്ചു. എന്നാൽ രാജകുമാരന്മാർ പരസ്പരം ആക്രമിക്കുമെന്ന് തങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് സർ ക്രിസ്റ്റൻ പരിഭ്രാന്തിയോടെ പറഞ്ഞു. ഒരു മേശപ്പുറത്ത് കിടത്തിയിരുന്ന എമുണ്ടിന്റെ മുഖത്തെ ആഴത്തിലുള്ള മുറിവ് മെസ്റ്റർ കേൾക്കുവൻ തുന്നിച്ചേർക്കുമ്പോൾ ആ കുട്ടിയുടെ വേദനയോടുള്ള ഞരക്കങ്ങൾ ആ ഹാളിൽ മാറ്റൊലികൊണ്ടു. അവന്റെ ഇടതുകണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്ന് ആ വൈദ്യൻ ആലിസന്റിനോട് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന ആ അമ്മ വലിയൊരു നിലവിളിയോടെ പരിഭ്രാന്തിയിലായി. തന്റെ സഹോദരനെ സംരക്ഷിക്കാതെ മദ്യപിച്ച് ബോധമില്ലാതെ ഉറങ്ങിയതിന് അവൾ വലിയ ദേഷ്യത്തോടെ ഏഗോണിനെ മുഖത്തടിച്ചു. ആ സമയം കോട്ടയുടെ ഇരുണ്ട ഇടനാഴികളിലൂടെ കോർലിസും റെനീസും അവിടേക്ക് കടന്നുവരികയും എന്താണ് സംഭവിച്ചതെന്ന് വലിയ ശബ്ദത്തിൽ ചോദിക്കുകയും ചെയ്തു. എല്ലാ കുട്ടികളും ഒരേ സമയം സംസാരിക്കാൻ തുടങ്ങിയതോടെ അവിടെ വലിയൊരു ശബ്ദകോലാഹലമായി മാറി. മുറിവേറ്റ കുട്ടികളുടെ അടുത്തേക്ക് വലിയ സങ്കടത്തോടെ റെനേറ ടാർഗറിയൻ ഓടി. എല്ലാവരോടും നിശബ്ദരാകാൻ വിസരീസ് അലറിയപ്പോൾ എയ്മോൺ തങ്ങളെ ബാസ്റ്റാർഡ്സ് എന്ന് വിളിച്ചുവെന്ന് ജെയ്സ് പതുക്കെ റെനേറയോട് പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സത്യം പറയാൻ വിസരീസ് ചോദിച്ചപ്പോൾ തന്റെ മകന് ഒരു കണ്ണ് നഷ്ടപ്പെട്ടുവെന്നും അതിന് കാരണക്കാരായവരായ കുറ്റക്കാരെന്നും അലൈസന്റ് വലിയ ദേഷ്യത്തോടെ ഇടപെട്ടു പറഞ്ഞു. അതൊരു നിർഭാഗ്യകരമായ അപകടമാണെന്ന് റെനേറ പറഞ്ഞപ്പോൾ അവർ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് കത്തിക്കൊണ്ടുവന്നതാണെന്ന് അലൈസന്റ് ആരോപിച്ചു. തന്റെ മക്കൾക്കെതിരെ നടത്തിയ ആ അപവാദം വലിയൊരു രാജ്യദ്രോഹമാണെന്നും ഇത്രയും ക്രൂരമായ വാക്കുകൾ അവൻ എവിടെ നിന്നാണ് കേട്ടതെന്ന് കണ്ടുപിടിക്കാൻ അവനെ ചോദ്യം ചെയ്യണമെന്നും റെനേറ തറപ്പിച്ചു പറഞ്ഞു. ആ സമയം കുട്ടികളുടെ അച്ഛനായ ലെനർ എവിടെയാണെന്ന വിസരീസിന്റെ ചോദ്യത്തിന് അയാൾ തന്റെ സേവകരോടൊപ്പം വിനോദത്തിലായിരിക്കുമെന്ന് അലൈസന്റ് വളരെ പുച്ഛത്തോടെ പരിഹസിച്ചു. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ആ സത്യം ആൺകുട്ടികൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന വിസരീസിന്റെ ചോദ്യത്തിനു മുന്നിൽ എമുണ്ട് തന്റെ അമ്മയെ ഭയത്തോടെ നോക്കി. ഒടുവിൽ അത് തന്റെ സഹോദരനായ ഏഗോണിൽ നിന്നാണെന്ന് അവൻ വെളിപ്പെടുത്തി. ഇത് കേട്ട് ഞെട്ടിയ രാജാവ് ഏഗോണിനോടിതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും അവരെ ഒന്നു നോക്കിയാൽ തന്നെ അത് വ്യക്തമാണെന്നും അവൻ പറഞ്ഞു. ആ വാക്കുകൾ വിസരീസിന്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരമായി മാറി. ശബ്ദമിടറിക്കൊണ്ട് തങ്ങൾ ഒരൊറ്റ കുടുംബമാണെന്നും ഈ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കണമെന്നും അയാൾ പറഞ്ഞു. പരസ്പരം ക്ഷമ ചോദിക്കാനും സമാധാനം നിലനിർത്താനും ഒരു രാജാവെന്ന നിലയിൽ അയാൾ എല്ലാവർക്കും കർശനമായ നിർദ്ദേശം നൽകി. എന്നാൽ
വെറുമൊരു മാപ്പപേക്ഷ കൊണ്ട് തന്റെ മകന് നഷ്ടപ്പെട്ട കണ്ണ് തിരികെ ലഭിക്കില്ലെന്നും റെനേറയുടെ മക്കളിൽ ഒരാളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ആ കടം വീട്ടണമെന്നും അലൈസന്റ് ആവശ്യപ്പെട്ടു. ആ ക്രൂരമായ ആവശ്യം കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു. അവൾ വലിയ ദേഷ്യത്തോടെ ക്രിസ്റ്റൻ കോളിനോട് തന്റെ മുന്നിൽ ലൂസറിസിന്റെ കണ്ണ് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. സ്വന്തം രാജ്ഞിയുടെ കൽപ്പനയാണെങ്കിലും രാജകുടുംബത്തിലെ ഒരാളെ അംഗഭംഗം വരുത്താൻ തന്റെ സത്യപ്രതിജ്ഞ അനുവദിക്കുന്നില്ലെന്ന് അയാൾ ഭയത്തോടെ പറഞ്ഞു. ആ വിഷയം അവിടെ അവസാനിച്ചുവെന്നും ഇനിമേൽ റെനേറയുടെ മക്കളുടെ ജനനത്തെക്കുറിച്ച് ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അവരുടെ നാവ് പിഴുതെടുക്കുമെന്നും വിസരീസ് വലിയ ശബ്ദത്തിൽ പ്രഖ്യാപിച്ചു. ആ വാക്കുകൾ ആലിസന്റിന്റെ ഉള്ളിലെ സകല നിയന്ത്രണങ്ങളും തകർത്തെറിഞ്ഞു. തന്റെ മക്കളുടെ ജീവൻ എപ്പോഴും റെനേറയുടെ കാരുണ്യത്തിലായിരിക്കും എന്ന തിരിച്ചറിവിൽ അവൾ വിറയ്ക്കാൻ തുടങ്ങി. രാജാവ് അവിടെ നിന്നും തിരിഞ്ഞു നടന്ന നിമിഷം അയാളുടെ അരയിൽ കിടന്നിരുന്ന വലീരിയൻ സ്റ്റീൽ കത്തി ഊരിയെടുത്ത് അവൾ ലൂക്കിനു നേരെ അതിവേഗം ഓടി. എന്നാൽ കത്തി അവനിലെത്തുന്നതിനു തൊട്ടുമുൻപ് റെനേറ അവളെ തടഞ്ഞു നിർത്തി അവളുടെ 2 കൈത്തണ്ടകളിലും ബലമായി പിടിച്ചു. അവർ തമ്മിലുള്ള വലിയൊരു മൽപ്പിടുത്തം ആ ഹാളിൽ അരങ്ങേറിയപ്പോൾ ചുറ്റും നിന്നവർ പരിഭ്രാന്തിയോടെ അവരെ വളഞ്ഞു. ആലിസന്റിനെ സഹായിക്കാൻ ക്രിസ്റ്റൻ മുന്നോട്ടു വന്നപ്പോൾ ഡയമണ്ട് അവനെ തടഞ്ഞു നിർത്തി. ആ വലിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സർ ഹാരോൾഡ് കാവൽക്കാരോട് അലറിവിളിച്ചു. ഹൈടവറിന്റെയും വെലാരിയോന്റെയും സൈനികർ തങ്ങളുടെ വാളുകൾ ഉറയിൽ നിന്ന് പുറത്തെടുത്തതോടെ ആ അന്തരീക്ഷം കൂടുതൽ സ്ഫോടനാത്മകമായി. വർഷങ്ങളായി താൻ ഉള്ളിലൊതുക്കിയ സങ്കടങ്ങളും കോപവും ആലിസന്റ് അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. താൻ എപ്പോഴും തന്റെ കുടുംബത്തിനും നിയമത്തിനും വേണ്ടി ജീവിച്ചപ്പോൾ റെനേറ എപ്പോഴും അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രമാണ് ചെയ്തതെന്ന് അവൾ ആരോപിച്ചു. സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ നിർബന്ധിതയായ താനും വിവാഹത്തിനു പുറത്ത് രഹസ്യബന്ധം പുലർത്തി ബാസ്റ്റാർഡ്സായ 3 ആൺമക്കൾക്ക് ജന്മം നൽകിയ റെനേറയും തമ്മിലുള്ള വ്യത്യാസം അവൾ തുറന്നടിച്ചു. സ്വന്തം നീതിബോധത്തിന്റെ മേലങ്കി അണിഞ്ഞ് നടക്കുന്നത് വളരെ ക്ഷീണമുള്ള കാര്യമായിരിക്കുമെന്നും എന്നാൽ ഇപ്പോൾ എല്ലാവരും നിന്റെ യഥാർത്ഥ മുഖം കണ്ടുവെന്നും റെനേറ വളരെ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. റെനേറയുടെ പിടിയിൽ നിന്ന് കുതറിമാറാൻ ആലിസന്റ് അവസാനമായി നടത്തിയ ശ്രമത്തിൽ ആ മൂർച്ചയേറിയ കത്തി റെനേറയുടെ ഇടത് കൈയിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. തറയിലേക്കിറ്റുവീണ രക്തത്തുള്ളികൾ കണ്ട് അലൈസന്റ് പോലും താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് ഞെട്ടിപ്പോയി. ആ വലിയ ഹാൾ പൂർണ്ണമായും നിശബ്ദമായപ്പോൾ മുഖത്ത് വലിയൊരു മുറിവുമായി നിന്ന എമുണ്ട് മുന്നോട്ടുവന്നു. തന്നെച്ചൊല്ലി ദുഃഖിക്കേണ്ടെന്നും തനിക്കൊരു കണ്ണ് നഷ്ടപ്പെട്ടെങ്കിലും പകരമായി ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രാഗണിനെ ലഭിച്ചുവെന്നും അത് തികച്ചും ന്യായമായ ഒരു കൈമാറ്റമാണെന്നും അവൻ വളരെ ശാന്തമായി പറഞ്ഞു. പിന്നീട് രാത്രിയുടെ അന്ത്യത്തിൽ സ്വന്തം മുറിയിൽ അപമാനഭാരത്താൽ തലകുനിച്ചിരുന്ന അലൈസന്റിനെ കാണാൻ ഓട്ടോ വന്നു. താൻ ചെയ്ത പ്രവൃത്തിയിലൂടെ വിസരീസ് ഇനി എപ്പോഴും റെനേറയുടെ പക്ഷം മാത്രമേ ചേരുകയുള്ളൂ എന്ന് അവൾ ഭയപ്പെട്ടു. എന്നാൽ അങ്ങനെയൊരു ഭയാനകമായ കളിയിൽ വിജയിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിൽ ഓട്ടോ വളരെ അഭിമാനത്തോടെ സംസാരിച്ചു. ഈമോണ്ട് പറഞ്ഞതാണ് ശരിയെന്നും വലിയൊരു ഡ്രാഗണിനെ സ്വന്തമാക്കിയതിനു പകരമായി ഒരു കണ്ണും കുറച്ച് നാണക്കേടും സഹിക്കുന്നത് വലിയൊരു വിലയല്ലെന്നും അയാൾ അവളെ ഓർമ്മിപ്പിച്ചു. തൽക്കാലം ക്ഷമയോടെ കാത്തിരിക്കാൻ അയാൾ അവൾക്ക് നിർദ്ദേശം നൽകി. പിറ്റേ ദിവസം രാവിലെ വിസരീസും ആലിസന്റും അവരുടെ കപ്പലിൽ കിങ്സ് ലാൻഡിംഗിലേക്ക് മടങ്ങിയപ്പോൾ അവരുടെ മക്കൾ തങ്ങളുടെ വലിയ ഡ്രാഗൺകളുടെ പുറത്ത് ആകാശത്തേക്ക് കുതിച്ചു. ഏഗോൺ വലിയ സൺഫയറിലും ഹെലേന ശാന്തിയായ ഡ്രീംഫയറിലും ഏമോണ്ട് ഭീമാകാരനായ ഭാഗറിലും യാത്ര തിരിച്ചു. കപ്പലിന്റെ തട്ടിൽ വെച്ച് ലാരി സ്ട്രോങ് രാജ്ഞിയെ സമീപിച്ച് ഈമോണ്ടിന്റെ കണ്ണിനു പകരമായി ഒരു രഹസ്യ കൊലപാതകം നടത്താൻ തനിക്ക് എളുപ്പത്തിൽ കഴിയുമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ വളരെ വിനയത്തോടെ അത് നിരസിച്ച അവൾ ഇപ്പോൾ അതിനുള്ള സമയമല്ലെന്നും ക്ഷമയാണ് ആവശ്യമെന്നും അവനോട് പറഞ്ഞു. റെനേറയുടെ മുറിയിൽ ഇളങ്കാറ്റ് വീശിയടിച്ചുകൊണ്ടിരുന്നപ്പോൾ മെയ്സ്റ്റർ കെൽവിൻ അവളുടെ കൈയിലെ വലിയ മുറിവ് തുന്നിക്കെട്ടുകയായിരുന്നു. വലിയ കുറ്റബോധത്തോടെ അവിടേക്ക് വന്ന ലെനോർ യുദ്ധക്കളത്തിൽ വലിയ ശത്രുക്കളെ നേരിട്ട തനിക്ക് സ്വന്തം സഹോദരിയെ മരണത്തിൽ നിന്നും സ്വന്തം ഭാര്യയെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് സങ്കടത്തോടെ പറഞ്ഞു. ഈമോൺ തങ്ങളുടെ മക്കളെ ബാസ്റ്റാർഡ്സ് എന്ന് വിളിച്ച കാര്യം അവൾ അയാളോട് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. തങ്ങളുടെ വിവാഹം ഒരു നാടകമായിരുന്നെങ്കിലും അത് വിജയിപ്പിക്കാൻ താൻ ശ്രമിച്ചിരുന്നെന്നും ആ കുട്ടികളെ താൻ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്നും അയാൾ പറഞ്ഞു. ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിച്ച ആ നാളുകളിൽ ഒരു കുട്ടി ജനിച്ചിരുന്നെങ്കിൽ എല്ലാം മാറിയേനെ എന്ന് റെനേറ വളരെ മൃദുവായി പറഞ്ഞു. തന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതിന് ദൈവങ്ങളെ വെറുക്കുന്നുവെന്ന് അയാൾ പറഞ്ഞപ്പോൾ അയാൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്നും അതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ലെന്നും അവൾ ആശ്വസിപ്പിച്ചു. താൻ ഇനി യുദ്ധത്തിനു പോകുന്നില്ലെന്നും അവൾക്കർഹതപ്പെട്ട നല്ലൊരു ഭർത്താവായി അവളുടെ സിംഹാസനം നിലനിർത്താൻ കൂടെയുണ്ടാകുമെന്നും അയാൾ സത്യം ചെയ്തു. കരത്തീരത്തുനിന്ന് വിസരീസിന്റെ കപ്പൽ അകന്നുപോകുന്നത് നോക്കി നിൽക്കെ ഇനിയൊരു വലിയ യുദ്ധം ഒഴിവാക്കാനാകില്ലെന്നും തന്റെ പക്ഷം ശക്തമാക്കാൻ അവനെ ആവശ്യമുണ്ടെന്നും റെനേറ ഹൈ വലീരിയനിൽ അമ്മാവനായ ഡേമോനോട് പറഞ്ഞു. ലെനർ മരിച്ചാൽ മാത്രമേ തങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സാധിക്കൂവെന്ന് അവൻ പറഞ്ഞപ്പോൾ തനിക്കതറിയാമെന്ന് അവൾ സമ്മതിച്ചു. പിന്നീട് ഡ്രിഫ്റ്റ്മാർക്കിലെ ഇരുണ്ട തുറമുഖത്ത് വെച്ച് ഡേമൺ രഹസ്യമായി കാൽ കോറയോട് സംസാരിച്ചു. വലിയ ആഗ്രഹങ്ങളുള്ള ആ പാവപ്പെട്ട പോരാളിയോട് സ്വർണം മാത്രം വിലമതിക്കുന്ന കടലിനക്കരെയുള്ള വലിയ ലോകത്തെക്കുറിച്ച് അവൻ പറഞ്ഞു. പകരമായി താൻ എന്തു ചെയ്യണമെന്ന് അയാൾ ചോദിച്ചപ്പോൾ സാക്ഷികളുടെ മുന്നിൽ വെച്ചുള്ള പെട്ടെന്നുള്ള ഒരു മരണം വേണമെന്ന് ഡേമൺ പറഞ്ഞു. താൻ ഒരിക്കലും ജനങ്ങളെ ഭയപ്പെടുത്തി ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് റെനേറ പറഞ്ഞെങ്കിലും ഭയമില്ലാതെ ആർക്കും അധികാരം നിലനിർത്താൻ കഴിയില്ലെന്ന് അവൻ അവളെ ഓർമ്മിപ്പിച്ചു.
ലേനോറിനെ താൻ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ സ്വതന്ത്രനാക്കണമെന്ന് അവൻ മറുപടി നൽകി. കോട്ടയ്ക്കുള്ളിലെ ഇരുണ്ട ഇടനാഴിയിൽ വെച്ച് കാവൽ നിന്നിരുന്ന ഒരു സൈനികന്റെ കഴുത്ത് ഡീമൺ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ ഞെരിച്ചൊടിച്ചു. പെട്ടെന്ന് പ്രധാന ഹാളിലേക്ക് വന്ന കാൽ കോറി വലിയ ദേഷ്യത്തോടെ ലെനറിനോട് വഴക്കിടുകയും തന്റെ വാൾ പുറത്തെടുക്കുകയും ചെയ്തു. പ്രതിരോധിക്കാൻ ലെനറും വാളെടുത്ത് പോരാടാൻ തുടങ്ങിയതോടെ ഭയന്നുപോയ ഒരു സേവകൻ കാവൽക്കാരെ വിളിക്കാൻ പുറത്തേക്ക് ഓടിയെ. കുറച്ചു സമയത്തിനുശേഷം കാവൽക്കാരോടൊപ്പം ലെനറിന്റെ മാതാപിതാക്കൾ അവിടേക്ക് ഓടിയെത്തിയപ്പോൾ തീപ്പോളയ്ക്കുള്ളിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ അയാളുടെ ശരീരം അവർ കണ്ടു. ആ ഭയാനകമായ കാഴ്ച കണ്ട് റെനീസ് വലിയ ശബ്ദത്തിൽ അലറിക്കരഞ്ഞപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം തടയാൻ കഴിയാതിരുന്നതിന് കോർലിസ് തന്റെ കാവൽക്കാരോട് വലിയ ദേഷ്യത്തോടെ അലറി. ആ കടൽത്തീരത്തുവെച്ച് റെനീറായും അമ്മാവൻ ഡേമോണും വാലീരിയൻ ആചാരപ്രകാരം വിവാഹിതരായി. എന്നാൽ ആ പാതിരാത്രിയുടെ കടുത്ത ഇരുട്ടിൽ തലമുടി പൂർണ്ണമായും മുണ്ടനം ചെയ്ത ഒരാൾ കടൽത്തീരത്തേക്ക് ഓടിവന്നു. അവിടെ ഒരു ചെറിയ വഞ്ചിയിൽ അവനെ കാത്ത് കാൽ കോറി നിൽപ്പുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ലേനോർ വെലാറിയോൺ ആയിരുന്നു. ഡേമോൺ കൊലപ്പെടുത്തിയ ആ കാവൽക്കാരന്റെ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് താൻ മരിച്ചുവെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ അവർ നടത്തിയ വലിയൊരു നാടകമായിരുന്നു അത്. ആ വലിയ ഭാരത്തിൽ നിന്നും അവനെ സ്വതന്ത്രനാക്കിയതിലൂടെ റെനേറയ്ക്കും ഡേമോണിനും ഒന്നിക്കാൻ കഴിഞ്ഞു. ഒപ്പം ലെനറിന് താൻ ആഗ്രഹിച്ചതുപോലെ പുതിയ ജീവിതം തുടങ്ങാനും സാധിച്ചു. ആ ചെറിയ വഞ്ചി കടലിന്റെ ഇരുളിലേക്ക് മറഞ്ഞതോടെ ആ കോട്ടയിലെ വലിയ രഹസ്യങ്ങളും അതിനൊപ്പം അലിഞ്ഞുചേർന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.